നമുക്കിത് ഇന്നൊരു ടിപ്പ് നോക്കിയാലോ. അതായത് ഇത് നമ്മൾ സ്ലീവ് ഒന്ന് അഴിച്ച് കട്ട് ചെയ്യാതെ അങ്ങനെ ഇരുന്ന സ്ലീവ് നമുക്കിങ്ങനെ ക്യാപ് സ്ലീവ് പോലെ ആക്കിയെടുക്കാം. സിമ്പിൾ വേ ആണ് ഇതിൻ്റെ, അല്ലാതെ ആധികാരികമായിട്ടുള്ള വേ അല്ല ഞാൻ പറഞ്ഞു തരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, അഴിക്കാതെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കുന്നത്. ഇതൊരു റെഡിമെയ്ഡ് ഫ്രോക്കാണ്. അതിൻ്റെ കൈയാണെങ്കിൽ കുട്ടിയുടെ മുട്ടിൻ്റെ ഇട വരെ ഉണ്ട്. അപ്പോൾ അത് ക്യാപ് സ്ലീവ് ആക്കി കൊടുക്കണം. അപ്പോൾ ഒരു ഭംഗി വരുമല്ലോ. ഒരുപാട് കൈയുള്ളതിൽ നല്ലതല്ലേ കുഞ്ഞു കൈയായിരിക്കുന്നത്. അതിനാണെങ്കിൽ ഈ സ്ലീവ് ഒന്ന് രണ്ടായിട്ടൊന്ന് ഓപ്പൺ ചെയ്യണം. അവിടെ ആണെങ്കിൽ ലോക്കായിരുന്നുള്ളത്, അത് ഞാൻ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് വിടർത്തി ഷോൾഡറിൻ്റെ ആ ഭാഗത്തോട്ടൊന്ന് വിടർത്തിയിടണേ. എന്നിട്ടാണെങ്കിൽ ആ സ്ലീവ് നടുക്കൂടെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയായിട്ട് വെച്ചിട്ട് ഒരു പിന്നൂത്തി വെക്കാം. ഞാൻ പിന്നെയും പറയുക ഇതല്ലേ ഇതിൻ്റെ കറക്റ്റ് വേ. എന്നാലും നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം, പെട്ടെന്ന് പറ്റുകയും ചെയ്യും. അതിൻ്റെ ആ ഷോൾഡർ ഭാഗത്ത് വരുന്നതൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യവും വരത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനത്തെ ടിപ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ആ ഷോൾഡർ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ആ ഷോൾഡറും ഈ സ്ലീവിൻ്റെ മിഡിൽ ഭാഗത്തും കൂടെ സെക്യൂറായിട്ടിരിക്കാനും വേണ്ടി ഒരു പിന്നൂത്തി വെക്കാം. എന്നിട്ട് ശ്രദ്ധിച്ച് വീഡിയോ നോക്ക്. അതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ സ്ലീവിൻ്റെ എൻഡ് ഭാഗം അങ്ങനെ വെച്ചിട്ട്, സ്ലീവ് നമുക്ക് ക്യാപ് സ്ലീവ് അല്ലേ വരേണ്ടത്. അന്നേരമാണെങ്കിൽ ഈ ആം ഹോൾ വരുന്ന ഭാഗത്തോട്ട് ഒരുപാട് ക്ലോത്ത് ഒന്നും കാണത്തില്ല. അവിടെയും ഒരു പിന്ന് വെച്ച് കുത്തി വെക്കാം. എന്നിട്ടാണെങ്കിൽ സ്ലീവ് അവിടെ ടേബിളിൻ്റെ അകത്തോട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് വലിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആ ക്യാപ് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഈ രണ്ട് ഭാഗവും പിന്നെ കുത്തി സെക്യൂർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റിച്ച് വരുന്നതുണ്ടല്ലോ അവിടെ ഫുൾ നമുക്ക് പിൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ട് തയ്ക്കാം. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് സ്ലീവ് ഒരുപാട് അങ്ങ് വലിക്കാതെ പിന്നെല്ലാം സെക്യൂർ ചെയ്ത് വെച്ചിട്ട് സ്ലീവ് ഒരുപാട് വലിക്കാതെ കുറച്ച് എക്സസ് ആയിട്ട് കിടക്കുന്ന എല്ലാം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല, സ്റ്റിച്ച് പൊട്ടിച്ച് വിട്ടാൽ മതി. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത് കൃത്യമായിരിക്കും. കണ്ടോ, അത് എക്സസ് ആയിട്ടുള്ളത് ആ ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അവിടെ സ്റ്റിച്ച് ഓൾറെഡി ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് രണ്ട് ഭാഗത്തെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നീറ്റാക്കണം. അതിൻ്റെ എൻഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് എക്സസ് ആയിട്ടുള്ള കട്ട് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നും പറഞ്ഞ് ഒരു നീറ്റ്നെസ്സിൻ്റെ കുറവും വരത്തില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ജസ്റ്റ് ഇങ്ങനത്തെ ടിപ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ. നമ്മൾ ഫുള്ള് സ്ലീവൊക്കെ അഴിച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മെനക്കേടല്ലേ. ഇത്രയും കാര്യമേ ഉള്ളേ. എന്നിട്ടാണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പും കൂടെ ചെയ്ത് വെക്കാം. ഇത് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ഈ ഡ്രസ്സ് കുട്ടിയിട്ടപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മറ്റേതാണെങ്കിൽ മുട്ട് വരെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. ആ സ്ലീവ് മാറ്റിയപ്പോൾ തന്നെ ആ ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കൂടെ ചെയ്യണേ.